നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കൊട്ടാരക്കര കുളക്കട തൂക്കുപാലം തുറന്നു. മന്ത്രി KN ബാലഗോപാൽ പാലം നാടിന് സമർപ്പിച്ചു. 6 മാസം കൊണ്ട് പാലം നവീകരിച്ചത് 54.28 ലക്ഷം രൂപ ചെലവിൽ. ഇടുക്കി എക്കോ പോയിന്റിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. കടകൾ തകർത്തു. കുന്നംകുളം പെലക്കാട്ട് പയ്യൂരിൽ ആനയിടഞ്ഞു. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ ആശങ്കയിൽ. വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടുന്നു. കന്നുകാലികളെ വളർത്താനും കഴിയുന്നില്ലെന്ന് കർഷകർ. മാതൃകാ തോട്ടമൊരുക്കി വടകരയിലെ യുവകർഷകൻ. നിഷാദിന്റെ കൃഷിത്തോട്ടത്തിൽ മണിച്ചോളവും മുത്താറിയും കമ്പവും. വിശദമായ പ്രാദേശിക വാർത്തകൾ നോക്കാം. നവീകരിച്ച കൊട്ടാരക്കര കുളക്കട ഇളങ്കമംഗലം തൂക്കുപാലം ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കല്ലടയാറിന് കുറുകെ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കുളക്കട, ഇളങ്കമംഗലം ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ച് നമ്പിമൺകടവിൽ സ്ഥാപിച്ച തൂക്കുപാലം 1/2 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. ധനമന്ത്രി KN ബാലഗോപാലിന്റെ വികസന ഫണ്ടിൽ നിന്നും 54.28 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് 6 മാസം കൊണ്ട് പാലം നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. എറണാകുളം നേര്യമംഗലം പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുന്നു. പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ. വിനോദസഞ്ചാരികൾക്ക് പുതിയ പാലം ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് പാലം. നേര്യമംഗലത്തെ പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. നിലവിൽ മൂന്നാറിലേക്ക് പോകുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം പാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിവാണ്. ഇരട്ടി വലിപ്പത്തോടെ നിർമ്മാണം പൂർത്തിയാകുന്ന പുതിയ പാലം ഹൈറേഞ്ച് മേഖലയ്ക്ക് വൻ മുതൽക്കൂട്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. 1924 നിർമ്മിച്ചതാണ് പഴയ പാലം. പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന് 214 മീറ്റർ നീളവും ഇരുവശവും 1.5 മീറ്റർ നടപ്പാത ഉൾപ്പെടെ 11.5 മീറ്റർ വീതിയുമുണ്ടാകും. കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1250 കോടി രൂപയുടെ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. പുതിയ പാലം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ടീൻ കുര്യാക്കോസ് MP പറഞ്ഞു. നിലവിലുള്ള പാലത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയിലധികം വീതി ഈ പുതിയ പാലത്തിന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള പാലത്തിൻ്റെ ഇതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രത്യേകതകളെയും ആ പഴമയുടെ അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ചരിത്രപരമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പുതിയ പാലത്തിൻ്റെ ഡിസൈനും അതേ രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ന്യൂസ് 18 നേര്യമംഗലം. എറണാകുളത്ത് പുതിയ പാലം നേര്യമംഗലത്ത് നിർമ്മിക്കുന്നുണ്ട് എങ്കിൽ ഈ എറണാകുളം വല്ലാർപാടത്തെ സ്ഥിതി മറ്റൊന്നാണ്. ബലക്ഷയം കണ്ടെത്തിയ എറണാകുളം വല്ലാർപാടം കണ്ടെയ്നർ റോഡിലെ മൂലംപള്ളി കോതാട് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വൈകുന്നു എന്നുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത്. തൂണുകളുടെ കോൺക്രീറ്റ് അടർന്നു വീണതോടെയാണ് പാലം അപകടാവസ്ഥയിൽ ആയത്. തുരുമ്പെടുക്കുന്ന കമ്പികളിൽ താങ്ങി നിൽക്കുകയാണിപ്പോൾ പാലം. വല്ലാർപാടം ടെർമിനലിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കാൻ 2014 കണ്ടെയ്നർ റോഡ് പൂർത്തീകരിക്കുന്നത്. പ്രതിദിനം 100 കണക്കിന് കണ്ടെയ്നർ ലോറികളാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. നിർമ്മാണം പൂർത്തിയായ 2014 2018 ഇതേ പാലം തകരാറിലായതാണ്. അന്ന് പാലത്തിന്റെ ഉപരിതലത്തിൽ ആയിരുന്നു കുഴപ്പമെങ്കിൽ ഇപ്പോൾ പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ച് ഇല്ലാതായ അവസ്ഥയിലാണ്. പാലത്തിന് കീഴെയുള്ള ഭൂരിഭാഗം തൂണുകളുടെയും കോൺക്രീറ്റ് ഇതുപോലെ അടർന്നു പോയിട്ടുണ്ട്. ചിലതിൽ തുരുമ്പെടുത്ത കമ്പി മാത്രമാണ് അവശേഷിക്കുന്നത്. ആശങ്കയെന്ന് പറഞ്ഞാൽ വലിയ ആശങ്ക. കാരണം വലിയ വണ്ടികളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. വലിയ ഭാരമുള്ള വണ്ടികൾ എപ്പോൾ വേണമെങ്കിലും നിലത്ത് വീണ. കാരണം കമ്പിയിൽ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. വലിയ അഴിമതി ഇതിൻ്റെ അകത്തുണ്ട്. കാരണം 1200 കോടിക്ക് മുകളിൽ നടത്തിയ ഒരു വർക്കാണത്. അഴിമതി എന്ന് പറയുമ്പോൾ നമ്മളൊരു സപ്പോസ് അത് ഒരു 100 അടിയാണ് ഇതിൻ്റെ ഏറ്റവും അടിയിലേക്ക് തൂണ് പോകേണ്ടതെങ്കിൽ ഒന്നടവിട്ട് തൂണുകൾ ഒരു പക്ഷേ 100 അടിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അധികാരികൾ അത് കൃത്യമായിട്ട് അതിൻ്റെ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ
ഒരു ജനകീയ കൂട്ടായ്മയിൽ നമുക്ക് സമരത്തെ നമുക്ക് മുന്നോട്ട് നയിക്കേണ്ടതായിട്ട് വരും. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തന്നെ സ്കൂൾ പിള്ളേർ എല്ലാവരും കടന്നു പോകുന്നത്. ഈ ദ്വീപ് ആൾക്കാർക്ക് പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ്. ഇങ്ങനെ വന്ന സാധനം കീഴ്പോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഫില്ലറിൽ എന്ന് പറഞ്ഞാൽ കമ്പി മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ. അത് പിടിച്ചാൽ പൊടിഞ്ഞു തന്നെയാണ്. അപ്പം നിലവിൽ അത് നല്ല രീതിയിലൊന്ന് മെയിൻ്റെനിങ് ചെയ്ത്. മൂലമ്പിള്ളി കോതാട് പാലത്തിന്റെ തൂണുകളുടെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന് പരിശോധന നടത്തിയ വിദഗ്ധ സമിതി ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പാലത്തിന്റെ ബലക്ഷയം കണക്കിലെടുത്ത് നിലവിൽ ഗതാഗത നിയന്ത്രണവും വേഗപരിധിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇനി നോക്കാം കാടിറങ്ങുന്ന വന്യത. ഇടുക്കി എക്കോ പോയിന്റിനെ മുൾമുനയിൽ നിർത്തി പടയപ്പ. എക്കോ പോയിന്റിലെ കടകൾ തകർത്തുകൊണ്ടായിരുന്നു ഇത്തവണ പടയപ്പയുടെ പരാക്രമം. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കിയിലെ എക്കോ പോയിന്റിൽ അപ്രതീക്ഷിതമായാണ് പടയപ്പ ഇറങ്ങിയത്. നിരവധി കടകൾ തകർത്ത ആന നാട്ടുകാരെ മുൾമുനയിൽ നിർത്തി. രാവിലെ 8 മണിയോടെ വഴിയോരത്തെ 2 കടകൾ തകർത്ത ശേഷം ഭക്ഷണവും അകത്താക്കി. നാട്ടുകാർ ബഹളം വെച്ചതോടെ കാട്ടാന കാട് കയറി. എന്നാൽ സന്ധ്യയോടെ വീണ്ടും പടയപ്പ എക്കോ പോയിന്റിൽ ഇറങ്ങി കടകൾ ആക്രമിച്ചു. തുടർന്ന് ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ചു. ഇതോടെ അല്പനേരം ഗതാഗത തടസ്സവും ഉണ്ടായി. കഴിഞ്ഞ ദിവസം പെരിയവാര എസ്റ്റേറ്റിലെത്തിയ പടയപ്പ കൃഷികൾ നശിപ്പിച്ചിരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ലേക്കാട് എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് കാട്ടാന അരി ഭക്ഷിച്ചിരുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. വന്യജീവി ശല്യമാണ് ഇവരെ പേടിപ്പെടുത്തുന്നത്. പ്രദേശത്തെ കന്നുകാലികളെ അടക്കം പിടികൂടുന്ന കടുവയെ പിടികൂടണമെന്നാണ് ആവശ്യം. മാസങ്ങളായി ഇടുക്കിയിലെ തോട്ടം മേഖല ആശങ്കയിലായിട്ട്. എസ്റ്റേറ്റ് മേഖലയിൽ കന്നുകാലികളെ മേയാൻ വിടാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ദിവസങ്ങളായി ഇവിടെ കടുവാ സാന്നിധ്യമുണ്ട്. ഒരാഴ്ച മുൻപ് തേയിലത്തോട്ടത്തിൽ കടുവ നടക്കുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾ മൊബൈലിൽ പകർത്തി വനം വകുപ്പിന് നൽകിയിരുന്നു. പകൽ പോലും കടുവയെത്തുന്നതിൽ തൊഴിലാളികൾ ആശങ്കയിലാണ്. 2 വർഷത്തിനിടെ തൊഴിലാളികളുടെ 250ഓളം പശുക്കളെയാണ് കടുവ കൊന്നത്. അക്രമകാരിയായ കടുവയെ ഉടൻ പിടികൂടണം എന്നാണ് ആവശ്യം. எந்த நேரத்திலையும் பகல் நேரத்திலையும் புலி ஃபுல்லாக நடமாட்டமாகுது. வனவிலங்குகள் பகலில் ரோடு முழுவதும் சுற்றி திரியுது. எந்த நேரத்தில் என்ன வேணாலும் சம்பவிக்கலாம். பொதுமக்களுக்குள்ள பாதுகாப்பு எதுவுமே கிடையாது. தயவுசெய்து வனத்தில் அதை கூண்டு வச்சு பிடிச்சி அதனோட வளர்ந்த வனப்பகுதிக்குள் கொண்டு விடணும்னு மிக தாழ்மையாக கேட்டுக்கிறேன். அப்படி இல்லைன்னு சொன்னால் கல்லாரிசை பொதுமக்களை வச்சு ஒரு மிகப்பெரிய போராட்டம் நடத்துவோம் சொல்லி இதன் മൂലமாக തെര്യപ്പെടുത്തുகிறேன். കാട്ടാനയും കാട്ടുപോത്തും കടുവയുമടക്കം ജനവാസ മേഖലയിൽ എത്തുന്നതോടെ കുട്ടികളെ സ്കൂളിൽ പോലും വിടാൻ ഭയക്കുകയാണ് കുടുംബങ്ങൾ. ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. ന്യൂസ് 18 ഇടുക്കി. കാട്ടാന, കടുവ എന്നിവയ്ക്ക് പിന്നാലെ കരടിയും നാട്ടിലെത്തിയതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വയനാട്ടുകാർ. പയ്യമ്പള്ളിയിൽ വയലിലിറങ്ങിയ കാട്ടാന വ്യാപക നാശനഷ്ടമാണ് വരുത്തിയത്. പുൽപ്പള്ളിയിൽ കൃഷിയിടത്ത് കടുവ ഇറങ്ങിയതിന് പിന്നാലെ തോണിച്ചാൽ പ്രദേശത്താണ് കരടി കൂടി ഇറങ്ങിയതോടെ ഭീതിയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. 2 ദിവസം മുമ്പാണ് പയ്യമ്പള്ളി സെയിന്റ് കാതറിൻ സ്കൂളിന് സമീപം നെൽവയലിൽ കാട്ടാന ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തിയത്. കൊയ്ത് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച 30 ചാക്കോളം നെല്ല് കാട്ടാനകൾ ചവിട്ടിമെതിച്ചു. ഇതിനിടെ ചേകാടി 2ാം കാടിന് സമീപം ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. പുറകെ വന്ന യാത്രക്കാർ ഹോണടിച്ചതിനാൽ കാട്ടാന പിന്മാറി. തലനാരിഴയ്ക്കാണ് ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടത്. പുൽപ്പള്ളി സീതാമൗണ്ട് ജനവാസ കേന്ദ്രത്തിലെ സ്വകാര്യ കൃഷിയിടത്തിൽ കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. കടുവയുടെ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ വനം വകുപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തി. പക്ഷേ കടുവയെ കണ്ടെത്താനായില്ല. ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ ജനവാസ കേന്ദ്രമാണ്. ആ മേഖലയിൽ കടുവകളുടെ സാന്നിധ്യം കാണുകയും എന്നാൽ അതിനെതിരെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ വിളിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിലും നമ്മുടെ RRT ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ കടുവ കണ്ട പ്രദേശം മുഴുവൻ തെരച്ചിൽ നടത്തിക്കൊണ്ട് ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി RRT ടീമങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടായി തെരച്ചിൽ നടത്തിക്കൊണ്ട് ഈ കടുവയെ ഇവിടെ തിരുത്തുന്ന നടപടികളുണ്ടാവണം. അതിനപ്പുറത്ത് നമ്മുടെ കടുവയെ പിടികൂടാനുള്ള കൂടുകൾ സ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്.
കഴിഞ്ഞ ദിവസം കരടിയെ കണ്ട വള്ളിയൂർക്കാവ് റോഡിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ തോണിച്ചാലിൽ കരടി ഇറങ്ങിയ CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയ വനംവകുപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. കൃഷിയെ അടുത്തറിഞ്ഞ വിദ്യാർത്ഥികൾ പട്ടാമ്പി ലേമൻ കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. ആ റിപ്പോർട്ട് കാണാം. വിദ്യാർത്ഥികൾ ചെയ്ത നെൽകൃഷി കൊയ്തപ്പോൾ 100 മേനി വിളവ്. പട്ടാമ്പി ലിമൻ കോളേജ് NSS യൂണിറ്റിന്റെ നാളേക്കൊരു കതിർ വിത്ത് സുരക്ഷയിലൂടെ ഭക്ഷ്യസുരക്ഷയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നെൽകൃഷി നടത്തിയത്. മുഹമ്മദ് മൂസിൻ MLA കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കല്ലടിയാരം ഇനം നെല്ലാണ് കൃഷിയിറക്കിയത്. നെൽവിത്തുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് കാർഷിക മേഖലയെ കൂടുതൽ പരിചിതമാക്കാനും കാലിക്കറ്റ് സർവകലാശാല നാഷണൽ സർവീസ് സ്കീം വിഭാവനം ചെയ്ത പദ്ധതിയാണ് നാളേക്കൊരു കതിർ. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തെ തിരിച്ചുകൊണ്ടുവരിക, യുവതലമുറകളിൽ കൃഷിയോടുള്ള താൽപര്യമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പി വിളയൂർ എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി നടത്തിയത്. അമരക്കുളം ഉള്ളൊറ്റപ്പാടശേഖരത്തിൽ തരിശായി കിടന്നിരുന്ന സ്ഥലം കൃഷിയോഗ്യമാക്കിയാണ് വിത്തിറക്കിയത്. പൊന്മണി വിത്തുപയോഗിച്ച് നടത്തിയ നെൽകൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചു. ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്ത്ത് നടന്നു. പ്രദേശത്ത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നും അതോടൊപ്പം കർഷകരെ കുറിച്ചും അതുപോലെ തന്നെ കൃഷി എങ്ങനെ വിളവെടുക്കുന്നു എന്നതിനെ കുറിച്ചും അതിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ അവർക്കുണ്ടാവുകയും അത് വളർന്നു വരുന്ന അടുത്ത തലമുറയെ നയിക്കാനുള്ള ആളുകൾ എന്നുള്ള നിലക്ക് അത് അവർക്ക് ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ഒരു NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷൻ കൂടി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നൽകുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. മാതൃകാ തോട്ടമൊരുക്കി വടകരയിലെ യുവ കർഷകൻ. കൃഷിയിലേർപ്പെടുന്നവർക്കും ചെറുധാന്യ കൃഷി നടത്താമെന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട് തോടന്നൂരിലെ വലിയ പറമ്പത്ത് നിഷാദ്. മണിച്ചോളവും മുത്താറിയും കമ്പവുമാണ് നിഷാദ് കൃഷി ചെയ്യുന്നത്. മില്ലറ്റ് മിഷൻ കേരളയുടെ സഹായത്തോടെയാണ് തോടന്നൂരിലെ വീടിന് സമീപം നിഷാദ് കൃഷി ചെയ്തത്. തെങ്ങിൻ തോട്ടത്തിന് ഇടയിലാണ് കൃഷി. മണിച്ചോളവും മുത്താറിയും കമ്പവും നല്ല നിലയിൽ കൃഷി ചെയ്യാമെന്ന് ഈ തോട്ടം തെളിയിക്കുന്നു. തോടന്നൂർ ജൈവഗ്രാമം സമിതിയുടെ ഒപ്പം ചേർന്നാണ് കൃഷി. നമ്മുടെ നാട്ടിലെ മറ്റ് കൃഷികളെ അപേക്ഷിച്ചിട്ട് വളരെ ചെലവ് കുറഞ്ഞതും വളരെ ആദായം കിട്ടുന്നതുമായിട്ടുള്ള ഒരു കൃഷിയാണ് മില്ലറ്റ് കൃഷി. മണ്ണൊരുക്കി നമ്മൾ വിത്ത് പാകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ വളപ്രയോഗം വേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതുപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണവും വളരെ കുറവാണ്. കർഷകർ പൊതുവെ ഇത് കേരളത്തിൽ വിജയിക്കുമെന്നുള്ളൊരു ആശങ്ക പൊതുവായി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നല്ല ആത്മവിശ്വാസം തരുന്ന റിസൾട്ടാണ് ഈ വർഷം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന നിഷാദ് തെങ്ങ് മുതൽ പച്ചക്കറി വരെ കൃഷി ചെയ്യുന്നുണ്ട്. ചെറുധാന്യ കൃഷി മറ്റെന്തിനേക്കാളും ലാഭകരമാണെന്ന് നിഷാദ് പറയുന്നു. 90 ദിവസത്തിനകം വിളവെടുക്കാം. കീടങ്ങളുടെ ആക്രമണം കുറവാണ്. ജലസേചനം അധികം ആവശ്യമില്ല. ചെലവ് കുറവാണ് എന്നതും ഏതു മണ്ണിലും വിളയുമെന്നതും ഇത്തരം കൃഷിയെ ആകർഷണീയമാക്കുന്നു. ന്യൂസ് 18 വടകര. ന്യൂസ് 8 വേണ്ടി തൃശ്ശൂരിൽ നിന്നും VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് JCB കടത്ത സംഭവത്തിൽ സസ്പെൻഷനിലായ മുക്കം SIയെ അറസ്റ്റ് ചെയ്തു. കേസിൽ വീഴ്ച വരുത്തിയതിന് സസ്പെൻഷനിലായിരുന്നു SI TT നൌഷാദ്. സെപ്റ്റംബർ 19 കൊടിയത്തൂർ പുതിയനിടത്ത് അപകടത്തിൽ ഒരാളുടെ മരണത്തിന് ഇടയാക്കിയ JCBയാണ് ഉടമയുടെ മകനും സംഘവും ചേർന്ന് കടത്തിക്കൊണ്ടുപോയത്. അപകടം നടക്കുമ്പോൾ JCBക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. കുന്നംകുളം പെലക്കാട്ട് പയ്യൂരിൽ ആനയിടഞ്ഞു. പെലക്കാട്ട് പയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടഞ്ഞത്. പെട്ടിക്കട ഭാഗികമായി തകർത്ത ആന അരമണിക്കൂർ റോഡിൽ നിലയുറപ്പിക്കുകയായിരുന്നു. കുന്നംകുളം എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഏറെ പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. തിരുവനന്തപുരം വിഴിഞ്ഞം പൂവാർ കോസ്റ്റൽ പോലീസിന് പെട്രോളിങ്ങിന് ബോട്ടുകൾ ഇല്ലാതായിട്ട് മാസങ്ങളാകുന്നു. നിലവിലെ ബോട്ടുകൾക്കുള്ള വാർഷിക മെയിൻ്റെനൻസ് ചെയ്യുന്നതിൽ വരുത്തിയ കാലതാമസമാണ് ഈ ദുരിതത്തിന് കാരണം. പൂവാർ സ്റ്റേഷനിലുള്ള ബോട്ടാണ് നിലവിലെ ഏക ആശ്രയം.
വർഷങ്ങൾ പഴക്കമുള്ള 2 ബോട്ടുകളാണ് കോസ്റ്റൽ സ്റ്റേഷനിൽ ആകെയുള്ളത്. ഇവയിൽ വലിയ ബോട്ടിന്റെ എഞ്ചിനാണ് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത്. കുറേ മാസങ്ങളായി ബോട്ടുകൾ ഓടാതെ കട്ടപ്പുറത്തായിരുന്നു. ഇത് വ്യാപക പരാതിക്കിടയാക്കി. വാർഷിക അറ്റകുറ്റപ്പണി കരാർ പുതുക്കിയെങ്കിലും നടപടികൾ വേഗത്തിലായില്ല. എഞ്ചിൻ എന്ന് തിരികെ എത്തിക്കുമെന്നതിലും വ്യക്തതയില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലെ പട്രോളിംഗ് സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാലപ്പഴക്കം കൊണ്ട് നിരന്തരം കേടുപാടുകൾ സംഭവിക്കുന്ന പഴയ ബോട്ടുകൾക്ക് പകരം പുതിയ ബോട്ട് നൽകണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് 18 വിഴിഞ്ഞം. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഈ പരിപാടി മറ്റു വാർത്തകൾ നോക്കാം. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒറ്റവീൽ സൈക്കിളിൽ സഞ്ചരിക്കുന്ന കണ്ണൂർ സ്വദേശിയായ സനീദ് എന്ന സ്റ്റണ്ട് പെർഫോമർ മലപ്പുറത്ത് പര്യടനം തുടരുകയാണ്. സെൽഫി എടുത്തും ആശംസകൾ നേർന്നും യുവാക്കൾ സനീദിനൊപ്പം ചേരുകയാണ്. ആ റിപ്പോർട്ടുകൾ. ലഹരിക്കെതിരെ വ്യത്യസ്തമായ യാത്ര നടത്തുകയാണ് കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയായ സനീദ്. ഒറ്റവീൽ സൈക്കിളിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ച് ശ്രദ്ധ നേടിയ താരമാണ് ഈ യുവാവ്. നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇത്തവണത്തെ കശ്മീർ യാത്ര. സനീദിന്റെ കൂടെ താഹിർ, പട്ടാമ്പി സ്വദേശിയായ അഭിഷേക് എന്നിവരാണ് യാത്രയിലുള്ളത്. 3 വർഷത്തെ സ്വപ്നമാണ് ഈ യാത്ര. സ്റ്റാർട്ട് ചെയ്തിപ്പോൾ 1 മാസം ആവാറായി. അതിൽ 10-15 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പോയത്. എൻ്റെ കൂടെ വരുന്നത് താഹിർ, ഇവൻ എൻ്റെ നാട്ടുകാരാണ്, കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയാണ്. പിന്നെ അഭിഷേക്, ഇവൻ പാലക്കാട് പട്ടാമ്പിക്കാരനാണ് കൂടെ വരുന്നത്. ഇവനെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയം. ഇവന് ഞാൻ പണ്ടേ ഒന്നിച്ചുള്ളതാണ്. ഇതെൻ്റെ ഒരു ഡ്രീം റൈഡാണ് ഇങ്ങനെ പോകാന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ കൊടുത്ത മെസ്സേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ സേ നോ ടു ഡ്രഗ്സ്, ഡ്രഗ്സിനെതിരെ. ഇന്നത്തെ സമൂഹം ഭയങ്കരമായിട്ട് ഡ്രഗ്സിന് അഡിക്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മെസ്സേജ് വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. 6 മാസം കൊണ്ട് ലക്ഷ്യത്തിലെത്താമെന്ന പ്രതീക്ഷയിലാണ് സനീദ്. സ്റ്റണ്ട് പെർഫോമർ കൂടിയായ സനീദ് എടപ്പാളിലെത്തിയതോടെ നിരവധി യുവാക്കളാണ് കാണാനും സെൽഫി എടുക്കാനും മറ്റുമായി എത്തിയത്. ന്യൂസ് 18 തിരൂർ. 108-ാം വയസ്സിൽ സാക്ഷരയായ ഇടുക്കിയിലെ കമലക്കണ്ണിയമ്മ അന്തരിച്ചു. 110-ാം വയസ്സിലാണ് വണ്ടൻതോട് സ്വദേശിയായ മുത്തശ്ശി യാത്രയായത്. സിനിമാ കഥ പോലെ സംഭവ ബഹുലമായിരുന്ന ജീവിതം. അച്ഛൻ വേട്ടയ്യൻ കങ്കാണിക്കൊപ്പം തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്ന് 15-ാം വയസ്സിലാണ് ഇടുക്കിയിലേക്ക് കമല മല കയറിയെത്തുന്നത്. ബ്രിട്ടീഷ് ഭരണകാലം. തേയിലക്കൊളുന്ത് നുള്ളുന്ന ജോലിയായിരുന്നു ആദ്യം. ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള നിരവധി വിവിധ തോട്ടങ്ങളിൽ ജോലി ചെയ്തു. അച്ഛൻ റിട്ടയർ ആയതോടെ ഭർത്താവ് ശങ്കറിനൊപ്പം ഏലത്തോട്ടങ്ങളിൽ ജോലിക്ക് പോയി. ഇടുക്കിയിലെ സാധാരണ തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചായിരുന്നു കമലക്കണ്ണിയമ്മയുടെയും ജീവിതം. നാടൻ പാട്ടുകളും തനത് നൃത്തശൈലികളുമൊക്കെയായി ജീവിതം എപ്പോഴും ആഘോഷമാക്കാൻ ഈ അമ്മ ശ്രമിച്ചിരുന്നു. സ്വന്തം പേരെങ്കിലും എഴുതാൻ സാധിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് 108-ാം വയസ്സിൽ സാക്ഷരതാ ക്ലാസ്സിലേക്ക് കമലക്കണ്ണിയമ്മയെ എത്തിച്ചത്. കേന്ദ്രാവിഷ്കൃത സാക്ഷരതാ പദ്ധതിയായ PLA പദ്ധതിയിലൂടെയാണ് അക്ഷരാഭ്യാസം നേടിയത്. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പഠിതാവായിരുന്നു ഇവർ. ഭക്ഷണക്രമത്തിലും ദൈനംദിന പ്രവൃത്തികളിലും കൃത്യത പുലർത്തിയിരുന്നു അവർ. രാവിലെ 1/2 ലിറ്റർ വെള്ളം, പിന്നീട് 1/2 മണിക്കൂർ കഴിഞ്ഞ് തേനിൽ ചാലിച്ച കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഭക്ഷണം, 8 മണിക്ക് മുൻപ് പ്രഭാത ഭക്ഷണം. ഇങ്ങനെയായിരുന്നു ഭക്ഷണക്രമം. പച്ചക്കറികളിൽ ചീരയായിരുന്നു ഏറെ ഇഷ്ടം. അതിനാൽ വാർദ്ധക്യത്തിന്റെ നേരിയ അവശതകൾ അല്ലാതെ കാര്യമായ അസുഖങ്ങളൊന്നും ബാധിച്ചില്ല. ഭർത്താവിന്റെ മരണശേഷം വണ്ടൻമേട് ഇഞ്ചപ്പടപ്പിൽ ഇളയ മകൻ ചെല്ലദുരൈക്കൊപ്പമായിരുന്നു താമസം. ചിന്നത്തായി, രാജ് എന്നിവരാണ് മറ്റു മക്കൾ. അക്ഷരമധുരം നുണയാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന സന്ദേശം ബാക്കിയാക്കിയാണ് കമലക്കണ്ണിയമ്മ യാത്രയാകുന്നത്. ന്യൂസ് 18 ഇടുക്കി. റോഡിന്റെ ദുരവസ്ഥയ്ക്കെതിരെ വ്യത്യസ്തമായ സമരവുമായി പുനലൂർ സാംസ്കാരിക സമിതി. പൈപ്പ് നവീകരണത്തിനായി എടുത്ത കുഴി മാസങ്ങളായിട്ട് നികത്തി സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് അപകടങ്ങൾ പെരുകുന്ന സാഹചര്യം കണക്കിലെടുത്തുമാണ് സമരവുമായി സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. പുനലൂർ പട്ടണത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ റോഡിലും അപകടം വിതയ്ക്കുന്ന കുഴികളുണ്ട്.
കോടികൾ ചെലവഴിച്ച് ആധുനിക രീതിയിൽ നവീകരിച്ച റോഡുകൾ ആഴ്ചകൾക്കകം പൈപ്പ് നവീകരണത്തിന്റെ പേരിൽ വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിക്കുന്നത് പതിവാണ്. എന്നാൽ പൈപ്പ് നവീകരണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞാലും റോഡ് പഴയപടിയാക്കി നൽകാറില്ലെന്നാണ് പരാതി. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇത്തരം കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. ഈ സാഹചര്യം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് സാംസ്കാരിക സമിതി വ്യത്യസ്ത സമരവുമായി രംഗത്തെത്തിയത്. സമരപരിപാടി സാംസ്കാരിക പ്രവർത്തകനായ CV വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ പട്ടണത്തിലെ ഇതുപോലെയുള്ള അപകട കുഴികൾ, ഈ റോഡിലുള്ള കുഴികൾ, ഇതടയ്ക്കാൻ ഒരു 10-15 ചട്ടി മെറ്റലും ടാറും മാത്രം മതി. അതിന് വളരെ പരിമിതമായ ഒരു തുക മാത്രം മതി. പക്ഷേ അത് ചെയ്യാൻ അതെൻ്റെ ബാധ്യതയാണ്. NHന്റെ എഞ്ചിനീയർക്ക് തോന്നണം, എന്നെ ശമ്പളം തന്ന് നാഷണൽ ഹൈവേയുടെ ഓഫീസിൽ നിന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഇത് ചെയ്യിക്കാനാണ് എന്ന തോന്നൽ ആ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന് ആദ്യം ഉണ്ടാവണം. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ കുഴികൾ അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് PWD NH ഓഫീസുകളിൽ നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. റോഡിൽ പൈപ്പ് നവീകരണത്തിനായി എടുത്ത വലിയ കുഴിയുടെ ചുവട്ടിൽ കറുത്ത വസ്ത്രം ധരിച്ച് റീത്ത് സമർപ്പിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രതിഷേധ സംഗമത്തിന് പുനലൂർ സാംസ്കാരിക സമിതി പ്രസിഡന്റ് AK നസീർ നേതൃത്വം നൽകി. ഇതൊരു വൺവേറാണ്. ഇതിലേക്കൂടെ പോകാത്ത മന്ത്രിമാരില്ല, ഇതിലേക്കൂടെ പോകാത്ത MLA-മാരില്ല. എന്നാൽ നാളിതുവരെയായിട്ടും ഇതിനൊരു തീരുമാനമുണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പുനലൂർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഒരു സമരം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വേഷത്തിൽ തന്നെ ഇരുന്ന് ഈ സംസാരിക്കുന്നതിൻ്റെ കാരണം നമുക്കറിയാം, കുഴി മൂടുന്നതിനും എല്ലാത്തിനും എല്ലാ രീതിക്കും കോൺട്രാക്ടർമാർക്ക് ഫണ്ട് കൊടുത്തിട്ടും ഈ ഫണ്ടുകളെല്ലാം കൂട്ടുകച്ചവടത്തിലൂടെ മുക്കി അഴിമതി കാണിക്കുന്ന പരമന്മാരുള്ള നമ്മുടെ നാട്ടിൽ എല്ലാവരുമില്ല, ചിലർ ഇതൊരു കൈത്തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണെന്ന്. നാഷണൽ ഹൈവേയിലും വൺ വേ റോഡിലും സ്ഥാപിച്ചിട്ടുള്ള അനധികൃത കമാനങ്ങളും ഫ്ലെക്സ് ബോർഡുകളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പുനലൂർ. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വയോജന പാർക്കും ജിംനേഷ്യവും സജ്ജമാക്കി പാലക്കാട് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത്. കറുകപ്പുത്തൂരിലുള്ള പകൽ വീട്ടിലാണ് ഓപ്പൺ ജിം ഒരുക്കിയത്. വയോജനങ്ങളുടെ ഉല്ലാസവും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പാലക്കാട് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന പാർക്കും ഓപ്പൺ ജിമ്മും സ്ഥാപിച്ചത്. വയോജനങ്ങൾക്ക് ഒഴിവുനേരങ്ങളിൽ ഒത്തുകൂടാൻ കറുകപ്പുത്തൂരിൽ നിർമ്മിച്ച പകൽ വീട്ടിലാണ് ഓപ്പൺ ജിം ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വതന്ത്രമായി വയോജന പാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ കാഴ്ചപ്പാട് പൂർണ്ണമായി നമുക്ക് നടപ്പിലാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇവിടെ നമ്മുടെ പകൽ വീടിനോടനുബന്ധിച്ചാണ് ഈ വയോജന പാർക്ക് എന്നുള്ളത് കൊണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിനെ സംബന്ധിച്ചിടത്തോളം. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷവും തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷവും ഫണ്ട് വകയിരുത്തിയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. വ്യായാമ ഉപകരണങ്ങൾ, ഊഞ്ഞാൽ, നടപ്പാത എന്നിവയും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. വയനാട് മാനന്തവാടിക്ക് സമീപം തിരുവണ്ണയിൽ കരടി ഇറങ്ങി. കഴിഞ്ഞ 2 ദിവസമായി ജനവാസ മേഖലയിൽ കണ്ടുവന്ന കരടിയാണ് ഇതെന്നാണ് സൂചന. ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന കരടിയെ പുറത്തു ചാടിച്ചെങ്കിലും സമീപത്തെ തോട്ടത്തിലേക്ക് ഓടി മാറി. കരടിയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ മയക്കുവെടി വയ്ക്കും. ഇതിനായി RRT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പെരുമഴയിൽ തകർന്ന നടപ്പാലത്തിന് മുകളിലൂടെ സാഹസിക യാത്ര നടത്തുകയാണ് ഇടുക്കിയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. രാജകുമാരി, കുളപ്പറച്ചാൽ, തേവർക്കാട്ട് പടി ഭാഗത്തുള്ള വിദ്യാർത്ഥികളാണ് ദുരിതയാത്ര നടത്തുന്നത്. പന്നിയാർപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം കഴിഞ്ഞ നവംബറിലെ മലവെള്ളപ്പാച്ചിലാണ് ഒലിച്ചുപോയത്.
രാജകുമാരി, സേനാപതി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലം പ്രളയത്തിൽ ഒലിച്ചുപോയി. ഇതോടെയാണ് വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദുരിതത്തിലായത്. കുളപ്പാറച്ചാൽ, തേവർക്കാട്ടുപടി ഭാഗത്തുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സേനാപതി സ്കൂളിലേക്ക് എത്തിയിരുന്നത്. കഴിഞ്ഞ നവംബറിൽ പേത്തട്ടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളം ഒഴുകിയെത്തിയാണ് പാലം തകർന്നത്. പാലത്തിന്റെ 3 തൂണുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. പന്നിയാർ പുഴയിൽ വീണുകിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത്. പുഴയിൽ വെള്ളമുയർന്നാൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം. ഇടയ്ക്ക് വെള്ളം കയറുമ്പോൾ പാലം മുങ്ങും, പിന്നെ പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ബസ് കയറി തന്നെ പോകണേ. പിന്നെ ഇടയ്ക്ക് കുഴപ്പമില്ല, എന്നാലും അവിടെ സൈഡിൽ കൂടെ കാണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കാണി ഉള്ളതുകൊണ്ട് കാലെ കുത്തി കയറും എന്നുള്ള പേടിയുണ്ടായിരുന്നു. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന പാലമാണിത്. 1.5 കിലോമീറ്റർ പോകേണ്ട സ്ഥലത്താണ് ഈ 10 കിലോമീറ്റർ മുകളിൽ ചുറ്റി സഞ്ചരിച്ച് പോകേണ്ടത്. ഈ പാലത്തിൻ്റെ ഒരു ക്രമീകരണം എത്രയും വേഗം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു ക്രമീകരണം ചെയ്തു തരണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത്. വയ്യാത്ത വിദ്യാർത്ഥികൾ അവരുടെ കാരണവന്മാർ വളരെയധികം ത്യാഗപൂർണമായ രീതിയിൽ പാലത്തിനെ കടത്തി അക്കരെ സ്കൂളിൽ കടത്തി വിടുന്നു. തിരിച്ചു വരുന്ന സമയത്തും അവർ കാത്തിരുന്ന് വേണം ഈ പിള്ളേരെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അത്ര ദുരിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യത്തിൽ അടിയന്തരമായി പാലം പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് നിന്നും ന്യൂസ് 18ക്ക് വേണ്ടി വിനോദ് കൗർ. ഇതോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും. സാധാരണ മാട്രിമോണി